വൻ പോസ്റ്റായി. പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പോസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ ഓർത്തു വെലോസിറ്റിയിൽ പോയിട്ട് ഒരു കോക്ടെയിലൊക്കെ കഴിച്ചിരിക്കാമെന്നേ. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കഷ്ടപ്പെട്ട് മെട്രോയോ ഓട്ടോ യൂബറൊക്കെ കയറി അവിടെ എത്തിയപ്പോഴാണ് ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയത്. അതായത് ഇലക്ഷൻ റിസൾട്ട് വന്ന അന്നായതുകൊണ്ട് എല്ലാ ബാസും ബെവറേജ് കോയും എല്ലാം ക്ലോസ്ഡാണ്. പക്ഷേ തളരരുത് രാമൻകുട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ ഡിസൈഡ് ചെയ്തു. നമ്മൾ കുറേ നേരം മഴയത്ത് നിന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പം ഇതൊക്കെ എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. കാരണം ഞങ്ങൾ സ്ഥിരം നമ്മൾ എറണാകുളത്ത് പോകുമ്പോൾ കാർ എടുത്താണ് പോകാറ്. അപ്പം ഒരു സ്ഥലമില്ലെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. ആ പോണ വഴി എവിടെയും കാണുമ്പോൾ കയറുന്നു. അതിന് നേരെ വിപരീതമായിട്ടാണ് അടുത്ത സ്ഥലം എവിടെയെന്നൊക്കെ ഡിസൈഡ് ചെയ്ത് പോയത്. അങ്ങനെ ഞങ്ങൾ പോയത് അവന്യൂ സെൻറ്ററിലാട്ടോ. അതെൻ്റെ ചെറുപ്പത്തിലെ ഒരു മെമ്മറിയാണ്. നമ്മൾ കൊച്ചിലേക്ക് സ്ഥിരം ഇടയ്ക്ക് കഴിക്കാൻ വരുന്നൊരു അന്നൊക്കെ വളരെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഹോട്ടൽസൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ പോയിരുന്നൊരു സ്പേസാണ്. അപ്പം മാത്യു ആദ്യമായിട്ടാണ് ഇവിടെ വരണേ. ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ പ്ലാനിനേക്കാളും എന്തുകൊണ്ടും നന്നായത് ഈ പ്ലാനാണ് ഞങ്ങൾ ഫൈനലി പറയുകയും ചെയ്തു. കാരണം ഒരുപാട് നേരം ക്വയറ്റായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റി, കാമായിട്ടിരിക്കാൻ പറ്റി, നല്ലൊരു സ്ലോ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ഡേറ്റ് നൈറ്റ്. ആൻഡ് തിരിച്ച് ഞങ്ങൾ മെട്രോയിൽ തന്നെ തിരിച്ചു പോന്നു. ആൻഡ് എനിക്ക് മനസ്സിലായൊരു കാര്യം, നമുക്കങ്ങനെ വേറൊരു പുതിയ സ്ഥലത്ത് പോകണം എന്നൊന്നും ഇല്ല. ഒരു സെലിബ്രേഷൻ വേണമെങ്കിൽ ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെ ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്.